ഞാനിപ്പം ദ റേഞ്ച് എന്ന് പറയുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിലാണുള്ളത്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വേറെ ഒരു ലോകം തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറി നോക്കാം. ക്രിസ്മസിന്റെ ഷോപ്പിങ്ങിനായിട്ട് വരുന്നവർക്ക് ഇവിടെ ഒരു വിശാലമായ ലോകം തന്നെയാണുള്ളത്. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, പല വെറൈറ്റി സാധനങ്ങൾ, പലതും നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത സാധനങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. UK-യിൽ ശരിക്കും ക്രിസ്മസ് ഒരു ആഘോഷമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ എവിടെ ഹൈപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഫുള്ളൊരു ക്രിസ്മസിൻ്റെ വൈബ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പുറത്ത് സ്ട്രീറ്റിൽ ഇറങ്ങിയാൽ, നമ്മൾ നേരത്തെ ഒരു ക്രിസ്മസ് മാർക്കറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഒരു ക്രിസ്മസിൻ്റെ മയമാണ്. അതായത് ഇവിടെ കമ്പനികൾക്കൊക്കെ ഈ ക്രിസ്മസ് സീസണൊക്കെ ആകുമ്പം ഇവർ മിക്കയിടത്തും ഹോളിഡേയും അല്ലെങ്കിൽ വെക്കേഷനൊക്കെ കൊടുക്കും. മിക്ക പ്രൊഡക്ഷൻ കമ്പനീസൊക്കെ 2 വീക്സ് ഷട്ട് ഡൗൺ ചെയ്യും. എന്നിട്ട് ഇവർ ഫുള്ള് ആഘോഷമാണ്. നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെതായ ഒരു ആഘോഷത്തിൻ്റെ ഒരു വൈബാണ് നമുക്ക് കാണാനുള്ളത്. കടകളൊക്കെ ആണെങ്കിലും രാത്രി വൈകിയും, അതുപോലെ നമ്മൾ സാധാരണ ഈ ഒരു സമയത്ത് നമുക്ക് ഇവിടെ നല്ല തണുപ്പ് സമയമാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ രാത്രിയിലൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരുടെ തിരക്കാണ്. സാധാരണ സമയങ്ങളിൽ നമുക്ക് ഇത്രയും തിരക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാലും നല്ല തിരക്കാണ്. നമ്മൾ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും മിക്ക കടകളിലും ആൾക്കാർ ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തോരം സാധനങ്ങളാണ് നോക്കി. അതായത് ക്രിസ്മസ് പാപ്പയുടെ പല മിനിയേച്ചർ രൂപങ്ങൾ അല്ലെങ്കിൽ വലിയ രൂപങ്ങൾ, ക്രിസ്മസ് ട്രീ തന്നെ പല പല രീതിയിൽ, ഗ്ലാസിൻ്റെ ഐറ്റംസ്, ഇതുപോലെ തന്നെ ഇതുണ്ട് വേറെ വേറെ ഇഷ്ടം പോലെ ആർട്ട് രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനുള്ള ഇഷ്ടം പോലെ ബോളുകൾ, കാര്യങ്ങൾ, ഫുള്ള് പല തരത്തിലുള്ള സാധനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്നത് നമ്മൾ ക്രിസ്മസ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ വീടിൻ്റെയൊക്കെ ഡോറിൽ നമ്മൾ പുറത്തോട്ട് വെക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു റിങ് ഷേപ്പിൽ സാധനമാണ് കാണുന്നത്. ഇതുണ്ട് പല വെറൈറ്റി ഡിസൈനിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പല പല ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കും. ഇതുണ്ട്, ഇത് വേറെ സെക്ഷനാണ്. നമ്മളിങ്ങനെ തൂക്കിയിടുന്ന കൂട്ട് സാധനങ്ങൾ. ഇതുണ്ടോ പല പല സാധനങ്ങൾ, ഫുള്ള് കളർഫുൾ ഐറ്റംസ് ആണ് കേട്ടോ. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് വാങ്ങിക്കാൻ തോന്നും. അതുപോലത്തെ സാധനങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി വെറൈറ്റി കാണാൻ പറ്റുന്നത് ഈ ബോളുകളാണ്. നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് അലങ്കരിക്കുന്ന ബോളുകളില്ലേ, അത് ഭയങ്കര രസമാണ്. നല്ല വൈബ്രന്റ് കളറിലുള്ള, നല്ല ഡെക്കറേറ്റ് ചെയ്ത് ഇഷ്ടംപോലെ ടൈപ്പ് ബോളുകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെ ഒത്തിരി ബോളുകളുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ക്രിസ്മസ് ട്രീ പോലുള്ള അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപങ്ങൾ, പിന്നെ ക്രിസ്മസ് ഡിയർ. നമ്മൾ യൂറോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് കാണാൻ സാധിക്കുന്ന സംഭവമുണ്ട് ഈ ക്രിസ്മസ് ഡിയർ. നമ്മൾ പുറത്തൊക്കെ സിറ്റിയിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പുറത്തും അതുപോലെ വീടുകളുടെ ഫ്രണ്ടിലും നമ്മൾ എവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ ക്രിസ്മസ് ഡിയർ ഇങ്ങനെ LED വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചാൽ ഇഷ്ടംപോലെ കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത് ഇങ്ങനത്തെ രാജാക്കന്മാരെയാണ്. അവർ തന്നെ പല ഷേപ്പുകൾ, ഇവിടുത്തെ ഒരു ആർട്ടൊക്കെ വെച്ചിട്ട് ഇഷ്ടംപോലെ രാജാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതുണ്ട് കുറുക്കന്മാർ, ഈ മാനിനെ പോലെ തന്നെ കുറുക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുണ്ട് പല പല മാനുകൾ. അതേപോലെ തന്നെ നമുക്കിതുണ്ട് ഹാങ് ചെയ്തിടുന്ന ഒത്തിരി ഡെക്കറേറ്റ് സാധനങ്ങൾ. പിന്നെ വീണ്ടും നമുക്ക് ബോളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ബോളുകൾ ഒരു രക്ഷയില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഈ ഓരോന്നോരോന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഞാനിത് ഷൂട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെ മൊത്തത്തിൽ കാണിക്കുന്നത്. പിന്നെ നമുക്കിതുപോലെ ഒരുമാതിരി ആർട്ട് സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഇതൊക്കെ പല പല ജീവികളൊക്കെയാണ്, നമുക്ക് മനസ്സിലാകത്തില്ല. പിന്നെ നമ്മൾ ഇതുകൊണ്ട് ബോളുകൾ തന്നെ പല രീതിയിലുള്ളത്. ഇതെന്താ ഒണ്ണാനെ കുറുക്കൻ എന്താന്ന് തോന്നുന്നു. പിന്നെ ഈ ക്രിസ്മസ് പാപ്പയുടെ വേറെ രീതികൾ, പല ഇതുണ്ട് കോഴിയെ, പട്ടിയെ, പല പല സാധനം. ഇതെന്താ കരടിയാന്ന് തോന്നുന്നു. ഇത് നമ്മുടെ മാനന്തന്നെയാണ്. മാനന്തന്നെ നമുക്ക് ഒത്തിരി കാണാൻ സാധിക്കും കേട്ടോ. ഒത്തിരി പുറത്തിറക്കി ഇറങ്ങിയാൽ നമുക്ക് ഇഷ്ടംപോലെ മാനിൻ്റെ ഈ ആർട്ട് രൂപങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ ഇതൊക്കെ ഡെക്കറേറ്റ് സാധനങ്ങൾ. ഇത് മൂങ്ങയുണ്ട്, ഇതുണ്ട് വീണ്ടും കണ്ട മാനിൻ്റെ സംഭവങ്ങൾ. അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബോളുകൾ ഇഷ്ടം പോലെയാണ്, ഒരു രക്ഷയില്ല. പല രീതിയിലുള്ള ബോളുകളാണ്. ഭയങ്കര രസമാണ് ബോളുകൾ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേപോലെയുള്ള വേറെ വേറെ സാധനങ്ങളുണ്ട്. ഇത് മറ്റേ സ്നോമാന്, അങ്ങനെയൊക്കെ പല പല സാധനങ്ങളാണ് കേട്ടോ. ഇതൊന്നും നമ്മൾ ഒരിക്കലും കണ്ട സാധനങ്ങളാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ UK എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആർട്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൺട്രിയാണ്. അതായത് ഒത്തിരി പേര് ഇങ്ങനെ ആർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഇങ്ങനത്തെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ഇതുണ്ട്, ഇത് വൈറ്റ് തീമിലുള്ള അല്ലെ ഗ്രേ ഷെയ്ഡുള്ള ബോളുകളാണ്, ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇതുണ്ട്, ഇത് ഇങ്ങോട്ട് നമ്മൾ കുറച്ച് ഗ്ലാസിൻ്റെ ഒക്കെ ഐറ്റംസ്. ഇതുണ്ടോ ഈ ക്രിസ്മസ് ട്രീയുടെയൊക്കെ ഒരു ഇതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ വേറൊരു സെറ്റപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
ഇതുണ്ടാവും തടിയും കൊണ്ടുള്ള സംഭവങ്ങൾ, ഇതൊക്കെ മെറ്റൽ സാധനങ്ങളാണ്. പിന്നെ നമുക്കിതുണ്ട് LED മാലകൾ, പല പല ടൈപ്പ് LED മാലകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഓരോരോ സെക്ഷനിലും ഓരോരോ തീം അനുസരിച്ചാണ്. ഇപ്പോൾ LED സെക്ഷൻ നോക്കി നമുക്ക് LED മാത്രം, ബോളിൻ്റെ സെക്ഷൻ നമുക്ക് ബോളുകൾ മാത്രം, പിന്നെ ക്രിസ്മസ് ട്രീ ഒരു സൈഡിലുണ്ടാവും. അങ്ങനെ ഓരോരോ സെക്ഷൻ തിരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ.